പഴുത്ത പ്ലാവില ഞെട്ടൊക്കെ നമ്മളിട്ടിട്ട് ഒരു 10 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് ആറിയിട്ട് അരിച്ച് അത് പലവട്ടം കുടിക്കാൻ പറ്റും. ഇപ്പോൾ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു കാണും. പകൽ ഉറങ്ങുന്ന ശീലമുള്ള കുറച്ച് ജെറിയാട്രിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആ ഒരു ഇത് വരും. പകൽ സ്ഥിരമായിട്ട് ആഹാരം കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു ശീലമുള്ളൊരു ഡയബറ്റീസ് പേഷ്യൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാവും അത്. അപ്പോൾ ഉണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം കൂടുന്ന സമയം കൊണ്ട്, എസ്പെഷ്യലി കഴുത്ത് വേദന, നടുവേദന, ജോയിൻറ്റ് പെയിൻ, മൈഗ്രെയിൻ, ഇതൊക്കെ കൂടുന്ന, ആസിഡിറ്റി ഒക്കെ കൂടുന്ന ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സുകളാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കഫം വല്ലാണ്ട് കൂടിയിരിക്കുമ്പോൾ, എസ്പെഷ്യലി അപ്പർ പാർട്ടിൽ കൂടിയിരിക്കുമ്പോൾ നമ്മൾ മരുന്നകത്ത് കൊടുത്ത് ഛർദ്ദിപ്പിച്ച് കളയുക ചെയ്യുക. അപ്പോൾ ഒരു വെറുതെ ഛർദ്ദിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് അല്ല അത്. തെറാപ്യൂട്ടിക് എമിസിസ് നമ്മൾ പറയും. മരുന്ന് കൊടുത്തിട്ടാണ് ഛർദ്ദിപ്പിക്കുന്നത്. ആ ഓരോ മരുന്നിനും വ്യത്യാസമുണ്ട്. ഒരു ക്ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു നോൺ ഹീലിംഗ് അൾസർ ആണെങ്കിൽ അവിടെ ഒരട്ട അവിടെ കടിച്ച് അത് എടുത്ത് കളയുന്ന രീതിയാണ്. ചികിത്സ എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഗുരുവായൂരൊക്കെ പോവുകയാണെങ്കിൽ ആനകൾക്ക് വരെ ചികിത്സ ഉണ്ട്. അവർക്ക് എന്ന് വെച്ചാൽ റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. കാരണം അവർ ബാക്കി എല്ലായിടത്തും വർക്ക് ചെയ്യുന്ന സമയമാണ്. അത് കഴിയുമ്പോൾ അവർക്കും റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കും ആ ഒരു ബോഡി റെജുനേഷൻ പീരീഡ് എന്നേ ഉള്ളൂ. ഈ വർഷം ഒരു ജൂൺ ജൂലൈയിലാണ് വരുന്നതെങ്കിൽ അടുത്ത ഡിസംബർ മാസമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു റെമിഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ അതിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കാനും ഒക്കെ കഞ്ഞി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറ്റും. മയണൈസ് അപഥ്യമാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയുന്നുണ്ട്. ഇതെന്താണെങ്കിലും മുട്ട, വെളുത്തുള്ളി, സൺഫ്ലവർ ഓയിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിരുദ്ധമാണ്. എല്ലാവർക്കും ഒരേ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ പ്രകൃതി അനുസരിച്ച് വ്യത്യാസം വരും. ടൈം ഡ്യൂറേഷൻ വ്യത്യാസമുണ്ട്. വാതപിത്ത കഫപ്രതിക്കാർക്ക് ഇപ്പോൾ ഫാറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ചൂട് വേണ്ടി വരുമായിരിക്കും. അതേസമയം പക്ഷേ പിത്തപ്രകൃതിക്കാർക്ക് കുറച്ച് ചെന്നാൽ തന്നെ പെട്ടെന്ന് അവർ ലൂസാവും. കർക്കിടകത്തിൽ ഇപ്പം ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യശീലങ്ങൾ വേറെ ഉണ്ടാവില്ല. ഇപ്പം പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുന്നത്, പിന്നെ വെള്ളം കുടിക്കുന്നത്, പിന്നെ കുളി, ഇങ്ങനെ കുറേ ശീലങ്ങൾ ഉണ്ടാവുമല്ലോ. അതിനെ കുറിച്ചൊന്ന് പറയാം. കർക്കിടകത്തിൽ പൊതുവേ നമ്മൾ ദിവസത്തിൻ്റെ നീളത്തിലൊരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് പകൽ ഒരുപോലെ രാത്രി ഒരുപോലെ അല്ല. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക, ആ ഒരു സമയത്തേക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ ദിനചര്യ ഫുഡ് ടൈമിലേക്ക് കഴിക്കുക, ലൈറ്റായിട്ടുള്ള ഫുഡ്സ് കഴിക്കുക. പൊതുവെ എണ്ണ തേച്ച് കുളി പറയാറുണ്ട്. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്നത് പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ തൈലമാണെങ്കിൽ യുക്തമായ തൈലം. ഇപ്പോൾ ധാരാളം തൈലങ്ങൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം എല്ലാവർക്കും പറ്റില്ല. അങ്ങനെയാണ്. ഇപ്പം യുക്തമായ തൈലം വൈദ്യ നിർദ്ദേശപ്രകാരം നമ്മൾ എടുക്കുക. തൈലം എപ്പോഴും ചൂടാക്കി പുരട്ടേണ്ടത്. ചൂടാക്കി പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കഴുകിക്കളയും. അതാണ് നമ്മൾ സാധാരണ തൈലം ആണ് ഒരു കാര്യമായിട്ട് പറയാം. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം, തിളപ്പിച്ച് വെള്ളം മാത്രമേ വർഷ ഋതുവിൽ കുടിക്കാനായിട്ട് പറയുന്നുള്ളൂ. തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കാനായിട്ടാണ് പറയുക. അപ്പോൾ ആ രീതിയിൽ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അപ്പോൾ അതിനകത്ത് പതിമുഖം ഇട്ടാലും ഇപ്പം നമ്മളൊക്കെ ഗുളൂചാതി കഷായം അങ്ങനത്തെ കഷായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ ഇതനുസരിച്ച് ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പം നമ്മൾ ചുക്കുവെള്ളം അല്ലെങ്കിൽ തുളസിയുടെ വെള്ളമൊക്കെ ഇട്ട് തിളപ്പിക്കുന്ന രീതിയുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ നല്ലതാണ്. നമ്മൾ അരിച്ചെടുക്കുക എന്നുള്ളതാണ്. തിളപ്പിച്ചിട്ട് അരിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം. പിന്നെ മലരിട്ട വെന്ത വെള്ളമൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പം നമ്മൾ അരപ്പിടി നമ്മൾ നെല്ല് നീക്കിയ മലർന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം നെല്ല് നീക്കിയ മലരിട്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വറുത്ത ജീരകം, പഴുത്ത പ്ലാവില ഞെട്ടൊക്കെ നമ്മളിട്ടിട്ട് ഒരു 10 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് ആറിയിട്ട് അരിച്ച് അത് പലവട്ടം കുടിക്കാൻ പറ്റും. ഇപ്പോൾ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു കാണും. അത് പണ്ടുള്ള വൈദ്യന്മാരുടെ അല്ലെങ്കിലുള്ള ഇതാണ്. ഇപ്പം കുടിക്കുന്ന വെള്ളം എങ്ങനെ കുടിക്കാം എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഇപ്പം ഇരുന്നുകൊണ്ടേ കുടിക്കാവുള്ളൂ, അപ്പോൾ ഒറ്റ സിപ്പിൽ കുറേ കുടിക്കാവോ? അപ്പോൾ കുട്ടികളൊക്കെ തന്നെ ചോദിക്കും. അപ്പോൾ സിപ്സായിട്ട് കുടിക്കുക എന്നുള്ളേ ഉള്ളൂ. നമ്മുടെ ഇതിൻ്റെ അകത്ത് എപ്പോഴും ആഹാരം കഴിക്കുമ്പം ഒരു അരഭാഗം ആഹാരം കഴിക്കുക, 1/4 ഭാഗം വെള്ളം, 1/4 ഭാഗം ഒഴിച്ചിടണം നമ്മൾ പറയാം. അപ്പോൾ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. കൂടുതൽ വെള്ളം കഴിച്ചാൽ അത് വിശപ്പിനെ കെടുത്തി കളയും ചെയ്യും. ഗ്യാസ്ട്രിക് ജ്യൂസ് ഭയങ്കര ഡയലൂട്ടഡ് ആയി പോവുകയും ചെയ്യും. അങ്ങനെ വേണ്ട. ടൈംലി ഫുഡ് കഴിക്കുക. പിന്നെന്ന് വെച്ചാൽ കുളിക്കുന്ന സമയം ഭയങ്കര പ്രധാനമാണ്. പകലുറക്കം പാടില്ല. പകൽ ഉറങ്ങുന്ന ശീലമുള്ള കുറച്ച് ജെറിയാട്രിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആ ഒരു ഇത് വരും. പകൽ സ്ഥിരമായിട്ട് ആഹാരം കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു ശീലമുള്ളൊരു ഡയബറ്റീസ് പേഷ്യൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാവും അത്. മാക്സിമം ഉറങ്ങാതിരിക്കുക പകല്. പിന്നെ രാത്രി കുളി ഒഴിവാക്കുക, തല നനയ്ക്കുന്നത്. അത് എണ്ണ തേച്ച് കുളിക്കുന്നവരുണ്ട്, അത് ശീലമാവുന്നവരുണ്ട്. അപ്പോൾ തണുപ്പ് കൂടുന്നുണ്ട്. അല്ലെങ്കിലും രാത്രി കുളിച്ച് കഴിഞ്ഞാൽ പൊതുവെ കഴുത്തിന്, പിന്നെ നമ്മൾ AC യിലാണ് ഉറങ്ങുന്നതെങ്കിൽ ഉറങ്ങാൻ നമുക്ക് നല്ല സുഖമാണ്. പക്ഷെ അത് പിന്നീട് കഴുത്ത് സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ രാവിലെ ഏർലി ട്രാവൽ ഉണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ കുളിച്ചിട്ട് വീണ്ടും അഗെയിൻ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യേണ്ടി വരും ബൈക്കിൽ. അതൊക്കെ തന്നെ ഈ അസുഖങ്ങളെ കൂട്ടും. അപ്പോൾ ഉണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം കൂടുന്ന സമയം കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നടുവേനുള്ള ആൾക്കാർക്ക് ഈ മഴക്കാലത്ത് കൂടാം, മൈഗ്രെയിൻ ഉള്ളവർക്ക് കൂടാം.
അങ്ങനെ കുറേ അസുഖങ്ങൾ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ ട്രിഗർ ചെയ്യുന്ന ഇതും കൂടെയാണ് മൈഗ്രെയിൻ. അങ്ങനെയുള്ള ആസിഡിറ്റി കൂടാ, മറ്റേ ഒബേസിറ്റി അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് അത് ആ ഒരു ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് ആണ്. കഴുത്തുവേന, എസ്പെഷ്യലി കഴുത്തുവേന, നടുവേദന, ജോയിന്റ് പെയിൻ, മൈഗ്രെയിൻ, ഇതൊക്കെ കൂടുന്ന, ആസിഡിറ്റി ഒക്കെ കൂടുന്ന ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉള്ളതാണ്. അപ്പോൾ അവർക്കുള്ളത് അത് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോയിട്ട് നമ്മൾ ദിനചര്യയിൽ നോക്കി കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങണം. ഉറക്കം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ് നമുക്കിത്. അത് എന്നും പീസ്ഫുൾ ആയിട്ട് വേണ്ടതാണ്. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഡെയിലിയിൽ. ഏതൊരു 7-8 മണിക്കൂർ കൃത്യമായിട്ട് ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ഫോൺ ഉപയോഗിച്ച് ക്ഷീണിച്ചാണ് നമ്മൾ കിടന്നുറങ്ങുക, മൂവിങ് സ്ക്രീൻ കണ്ടിട്ടാണ് ഉറങ്ങുക. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഒന്ന് സമാധാനത്തിൽ പോവുക എന്നുള്ളതാണ് അത്യാവശ്യം. പിന്നെ ഈ ഒരു സമയത്ത് പ്രയർ കൂടുതലാണ്. രാമായണ മാസം രാമായണം വായിച്ച് തീർക്കുക, അതൊക്കെ ആ ഒരു രീതിയിലേക്ക് പോകുന്നത് നമ്മൾ കുറച്ച് സ്പിരിച്വലി ഒരു റെജുനേഷനും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. അത് അവരവരുടെ രീതിക്ക് അനുസരിച്ച് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു, ഇപ്പൊ ആൾക്കാർ അതിൽ കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്, അവരത് പിന്തുടരുന്നുണ്ട്. നേരത്തേക്കായും കുറച്ചുകൂടെ അതിൽ സോളിഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ പിന്തുടരുന്ന അത്രയും നല്ലത്. ആയുർവേദത്തില് ഒരുപാട് ചികിത്സകൾ നമ്മൾ നടത്താറുണ്ടല്ലോ കർക്കിടകത്തിൽ. ഇപ്പൊ എസ്പെഷ്യലി പഞ്ചകർമ്മ, അതൊന്ന് വിശദീകരിക്കാമോ? പഞ്ചകർമ്മ ശരിക്കും പറയണേ ഒരു എന്താ പറയുക, ശോധന ചികിത്സ എന്ന് നമ്മൾ പറയും. നമ്മൾ ഈ പറഞ്ഞ വാതപിത്ത കഫങ്ങളുണ്ട്, പിന്നെ നമുക്ക് സപ്തധാതുക്കളുണ്ട്, രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം, അങ്ങനെ ഇതുണ്ട്. അപ്പം നമ്മൾ കുറേ ഇങ്ങനെ കാര്യങ്ങളിലേക്ക് പോകുമ്പം കാലത്തിനനുസരിച്ച് കുറേ ദോഷങ്ങളൊക്കെ ചെയ്യിച്ച് കുറേ രോഗങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ രോഗത്തിന് മുമ്പുള്ളൊരവസ്ഥയിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഋതുചര്യയെ തന്നെ, ഈ ഋതുവിൻ്റെ ഈ ഒരു റെജിമിനിൽ തന്നെ ശോധന ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിനെ വെളിയിൽ കളയാന്നുള്ളതാണ്. അപ്പോൾ ബോഡി നമ്മളൊന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് വെളിയിൽ കളയുക. അതെല്ലാവർക്കും ഒരേപോലെ നമ്മുടെ ഉള്ളിലെ വിഷാംശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഡീടോക്സിഫിക്കേഷൻ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നതാണ്. അപ്പോൾ അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് വമനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരീരത്തിൽ കഫം വല്ലാണ്ട് കൂടിയിരിക്കുമ്പം, എസ്പെഷ്യലി അപ്പർ പാർട്ടിൽ കൂടിയിരിക്കുമ്പം നമ്മൾ മരുന്നകത്ത് കൊടുത്ത് ഛർദ്ദിപ്പിച്ച് കളയുക ചെയ്യുക. അപ്പോൾ ഒരു വെറുതെ ഛർദ്ദിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് അല്ല അത്. തെറാപ്യൂട്ടിക് എമിസിസ് നമ്മൾ പറയും. മരുന്ന് കൊടുത്തിട്ടാണ് ഛർദ്ദിപ്പിക്കുന്നത്. ആ ഓരോ മരുന്നിനും വ്യത്യാസമുണ്ട്. ഓരോ ഡിസീസ് അനുസരിച്ച് അതിന് വ്യത്യാസം വരും. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മരുന്ന് സെലക്ട് ചെയ്താൽ തന്നെ, ഒരു ഡ്രഗ് നമ്മൾ സെലക്ട് ചെയ്താൽ തന്നെ ആ ഡ്രഗ് നമ്മൾ ചിലപ്പോൾ ഒരു ക്ഷീരകഷായം, അതായത് പാൽക്കഷായിട്ടായിരിക്കും കൊടുക്കുക, ചിലപ്പോൾ നമ്മളൊരു പൊടിയായിട്ടായിരിക്കും കൊടുക്കുക, ചിലപ്പോൾ നമ്മളൊരു ലേഹ്യമായിട്ടായിരിക്കും കൊടുക്കുക. അങ്ങനെ പല രീതിയിൽ ആ ഡിസീസ് ആസ്പെക്റ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ തെറാപ്യൂട്ടിക് ആയിട്ട് എമിസിസ് ആണ് നമ്മൾ അവിടെ നടത്തുക. പിന്നെ വയറിളക്കുന്ന, എല്ലാവർക്കും അറിയാവുന്ന പണ്ട് കാലത്തെ ഇങ്ങനെ വയറിളക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് നമ്മൾ പിത്തദോഷ പ്രധാനമായിട്ടുള്ള രോഗങ്ങളിലായിരിക്കും നമ്മൾ കൊടുക്കുക സാധാരണ. അപ്പോൾ അതിൽ നമ്മൾ ഗുളികയായിട്ട് കൊടുക്കും, ചൂർണ്ണമായിട്ട് കൊടുക്കും, ലേഹ്യമായിട്ട് കൊടുക്കും, അങ്ങനെ പല രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. കഷായമായിട്ട് കൊടുക്കാറുണ്ട്, അതങ്ങനെ. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു അർത്ഥ ചികിത്സ എന്ന് പറഞ്ഞ ആയുർവേദത്തിലെ വസ്തിയാണ്. വസ്തി എന്ന് വെച്ചാൽ എനിമ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേവലം ഒരു എനിമയല്ല നമ്മൾ കൊടുക്കുക, അതിൽ നമ്മൾ ഡിക്കോക്ഷൻ എനിമയുണ്ട്. അതായത് കഷായ പ്രധാനമായിട്ടുള്ള നമ്മൾ തിളപ്പിച്ചുണ്ടാക്കുന്ന ഒരു എനിമയുണ്ട്. പിന്നെ നമ്മൾ ഓയിൽ എനിമ, അതായത് തൈലം കൊടുക്കുന്ന രീതിയിലാണ്. തൈലം മാത്രമല്ല, ലിപ്പിഡ്സ് നമ്മൾ കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ കൊടുക്കുന്നതാണ്. ഇതെല്ലാം വളരെ റെജുവിനേഷനാണ്, ശോധന ഉണ്ടാകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, ഇപ്പോൾ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എല്ലാ മൂവ്മെന്റ്സിനെയും കൺട്രോൾ ചെയ്യുന്ന വാദമാണെങ്കിൽ ന്യൂറോളജിക്കൽ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിസീസുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തിയായിരിക്കും. അപ്പോൾ അത് വളരെ റിസൾട്ട് പ്രൂവൻഡ് ആണ്, സയന്റിഫിക്കലി പ്രൂവൻഡ് റിസൾട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ് അതെല്ലാം തന്നെ, വസ്തിയൊക്കെ. പിന്നെയുള്ളത് നസ്യാണ്. നസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂക്കിൽ കൂടെ മരുന്നൊഴിച്ച് അത് എന്താ പറയുക കളയാന്നുള്ളത്. അത് കേവലം ഒരു ജലദോഷം വരുമ്പോൾ നമ്മൾ മൂക്കിൽ മരുന്ന് ഒഴിക്കുന്നത് തൊട്ട് ഒരു മെനപ്പോസ് ആയ ഒരു ലേഡിക്ക് കൊടുക്കുന്ന ക്ഷീരകഷായം ഒഴിക്കുന്നത് തൊട്ട് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉള്ള ഒരാൾക്ക് ആ രീതിയിൽ തൈലം ഒഴിക്കുന്നത് തൊട്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിനെല്ലാം തന്നെ ശോധനമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു പാലിയേറ്റീവ്, അതായത് എന്ന് വെച്ചാൽ ഇപ്പം തലമുടി നരയ്ക്കുന്നതിന് നമ്മൾ സാധാരണ നസ്യം ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് റെജുവിനേഷനായിട്ടും പല രീതിയിലാണ് ഈ പ്രോസസ്സുകൾ പോകുന്നുണ്ടാവുക. പിന്നെ നമുക്ക് രക്തദുഷ്ടിയുള്ള രോഗങ്ങൾ നമ്മൾ പറയും. അപ്പോൾ അവിടെ ശോധനം നമ്മൾ ചെയ്യുന്നത് രക്തത്തെ എടുത്ത് കളയാണ്. അപ്പോൾ നമ്മൾ അട്ടയിട്ട് എടുത്ത് കളയുന്ന രീതിയുണ്ട്. അപ്പോൾ അത് വളരെ ഗുണമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ക്ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു നോൺ ഹീലിംഗ് അൾസർ ആണെങ്കിൽ അവിടെ ഒരു അട്ട അവിടെ കടിച്ച് അത് എടുത്ത് കളയുന്ന രീതിയാണ്. അപ്പം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അനുശസ്ത്രം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ജളവുക അല്ലെങ്കിൽ അട്ട എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ തന്നെ നമ്മൾ ശോധനത്തിൽ വരികയാണ്. അത് കർക്കിടകത്തിൽ നമ്മൾ കൂടുതലും വാദപ്രധാനമായിട്ട് നിൽക്കുന്നതുകൊണ്ട് വസ്തി പിന്നെ വിരേചനം ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ബേസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ വിശപ്പില്ലേ, അഗ്നിയെ ബേസ് ചെയ്തിട്ട് ഡൈജഷൻ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നതാണ് ഈ വിരേചനമൊക്കെ. നമ്മളൊരു മെഡിസിൻ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഈ വയറിളക്കാൻ കൊടുക്കുന്ന മെഡിസിൻ ഡൈജസ്റ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വിശപ്പിനനുസരിച്ച്. അപ്പോൾ അക്കോർഡിംഗ് ടു കണ്ടീഷൻ, ഇപ്പോൾ സ്വസ്ഥനാണോ രോഗിയാണോ
അയാളുടെ വിശപ്പ്, ആരോഗ്യം എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡോസും ഏത് കൽപ്പന വേണം എന്നൊക്കെ ഫിക്സ് ചെയ്യുക. അത് ശാസ്ത്രീയമായിട്ടാണ് അത് അത്രയും ക്ലിയർ ആയിട്ട് പോകുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ പക്കയായിട്ടാണ് അത് പോകുന്നത്, കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളത് ചെയ്ത് ആ കാലഘട്ടത്തിൽ ഒരുപാട് പഥ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതെന്തൊക്കെയാണ് പഥ്യങ്ങൾ? ഇപ്പം പഥ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം യാത്ര ചെയ്യാൻ പാടില്ല, റെസ്റ്റ് എടുക്കണം. വസ്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര കാലം ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അതിന്റെ ഇരട്ടി കാലം പഥ്യം വേണമെന്ന് പറയും. അപ്പൊ നല്ലിരിക്കുക അല്ലെങ്കിൽ ഇളം നല്ലിരിക്കുക എന്നൊക്കെ പറയും. നമ്മൾ റെസ്റ്റ് എടുക്കണം. ഇപ്പൊ നമ്മളൊരു ആദ്യമേ പോയി ഒരു വമന എല്ലാവർക്കും ചെയ്യുന്നുണ്ടാവും. ഒരു ജോയിന്റ് പെയിൻ ഉള്ള ഒരു പേഷ്യന്റ് ആദ്യം വരുമ്പോൾ ധാരാളം നമ്മൾ കിഴികളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ കിഴി കൊണ്ട് മാത്രം തന്നെ അത് കുറഞ്ഞു പോകും. അപ്പൊ ആ കിഴി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 40 to 45 ഡിഗ്രി ഹീറ്റിന്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞവര കിഴിയൊക്കെ ആണെങ്കിൽ ഒരു 45 ഡിഗ്രി നിയർലി ഹീറ്റ് വരും. അപ്പോൾ ആ ഹീറ്റ് വരുമ്പോൾ ബോഡി ഇത്രയും സോഫ്റ്റ് ആവും. ആ സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് രോഗി പോയി ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ എക്സസൈസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഉള്ളിലേക്ക് വരും. അപ്പോൾ അത് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇതാണ് ബോഡി പ്രോസസ്സിൽ നടക്കുന്നത്, നിങ്ങളിത് ചെയ്താൽ ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരത് ഫോളോ ചെയ്യും. ഇരട്ടിക്കാലാണ് പഥ്യം നമ്മൾ പറയുക. അപ്പോൾ ഈ അധികം ഒച്ച സംസാരിക്കുക, അങ്ങനെ കുറച്ച് റെസ്റ്റ്, എന്ന് വെച്ചാൽ പേഷ്യൻ്റ് അഡ്മിറ്റഡ് ആയിട്ടായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നുണ്ടാവുക സാധാരണ. അപ്പോൾ അവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, റെസ്റ്റ് എടുക്കുന്നു, അവർക്ക് പഥ്യമായിട്ടുള്ള ആഹാരം ഒക്കെ തന്നെയാണ് അവിടെ കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്കത് ഫോളോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരാറില്ല. അതിനുശേഷം പതുക്കെയാണ് അവർ പിന്നെ അതുപോലെ ജിമ്മിൽ ആ ഒരു കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർക്കൊരു വർക്കൗട്ട് ചെയ്യരുത്, ഇന്ന ആഹാരങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ആ റിവ്യൂ പറയും. ആ റിവ്യൂ കൃത്യമായി പറയുന്നതനുസരിച്ച് അത് ചെയ്യും. അത് ഓരോ ആൾക്കാർക്കും വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് നമുക്ക് എക്സസൈസ് വേണ്ടി വരും. ചില എക്സസൈസുകൾ, ഇപ്പം ഫ്രോസൺ ഷോൾഡറുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെതായ കുറച്ച് എക്സസൈസുകൾ വേണ്ടി വരും. സ്ട്രെങ്തനിങ് എക്സസൈസോ അല്ലെങ്കിൽ ഇപ്പം നീ ജോയിൻ്റ് ആണെങ്കിൽ വേണ്ടി വരും. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. പക്ഷെ അല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഫോളോ ചെയ്യും. പക്ഷെ എഴുതി കൊടുക്കണം കറക്റ്റായിട്ട്. ഇപ്പം ഇതെല്ലാം ഈ ഒരു രോഗാവസ്ഥ ഉള്ളവർക്ക് ചെയ്യുന്നതാണോ അതോ ആരോഗ്യമുള്ളവർക്കും ഈ പറഞ്ഞ പഞ്ചകർമ്മ ഇപ്പൊ ഋതുചര്യ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ വർഷ ഋതുചര്യയിൽ വസ്തിയും പറയുന്നുണ്ട്. ഇപ്പൊ പിത്തം കോപിക്കുന്ന കാലഘട്ടത്തിൽ വയറിളക്കാനൊക്കെ ശരത്തിലെ പിത്തം കോപിക്കുക, ശരത് ഋതുവില്ല. അപ്പൊ വിരേചനം പറയുന്നുണ്ട്. അത് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് പറയുന്നത്. നോർമലി ഒരു ബോഡിയിൽ ഋതുക്കൾക്കനുസരിച്ച് ദോഷങ്ങൾ ഒരു അക്യുമുലേഷൻ വരുന്നുണ്ട്. ഈ പറഞ്ഞ ത്രിദോഷങ്ങളിൽ ഒരു ബാഡായിട്ടുള്ള ഒരു അക്യുമുലേഷൻ വരുന്നത്, അതനുസരിച്ച് എല്ലാ ഋതുക്കളിലും അത് കളയണം എന്നുള്ള നിയമമുണ്ട്. അതായത് കർക്കിടക മാസത്തിൽ ആരോഗ്യമുള്ളവർക്കും ചെയ്യാം. പക്ഷെ അതിനനുസരിച്ച് ഈ പറഞ്ഞ ഫോർമുലേഷൻസിലും എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം വരും. അത്രയും ഒരു വ്യത്യാസം വരും. കഞ്ഞി തന്നെയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കുന്ന കഞ്ഞി ആയിരിക്കില്ല ഒരു കാരണവശാലും ഒരു ഓസ്റ്റിയോആർത്രൈറ്റിസോ അല്ലെങ്കിൽ ശ്വാസമുട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കുന്ന കഞ്ഞി വ്യത്യാസമായിരിക്കും. ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരും അതിനനുസരിച്ച്. അപ്പൊ അത് ഡിസൈൻ ചെയ്ത് നമ്മൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. മറ്റ് ചികിത്സകൾ എന്തെങ്കിലും ഉണ്ടോ ആയുർവേദം? ഈ പഞ്ചകർമ്മ മാത്രമാണോ ഈ കർക്കിടകത്തിൽ? അല്ലല്ല, നമ്മള് സ്വേദന ചികിത്സ എന്നൊക്കെ പറഞ്ഞ സ്നേഹ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹന ചികിത്സയുണ്ട്. അതായത് നമ്മൾ തൈലം, ലിപ്പിഡ്സ് ആണ്. അപ്പം പെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തൈലം, നെയ്യ് മുതലായ ഇതൊക്കെയാണ്. നമ്മൾ ഇന്റേണലിയും കൊടുക്കും, എക്സ്റ്റേണലിയും കൊടുക്കും. അത് രണ്ട് ട്രീറ്റ്മെന്റ് പോകുന്നത്. എക്സ്റ്റേണലി നമ്മളിപ്പോൾ അഭ്യംഗമായിട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഉദ്വർത്തനം എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്, പൗഡർ മസാജ് ചെയ്യുന്ന ഒരു സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ന്യൂറോളജിക്കൽ പർപ്പസിലൊക്കെ ന്യൂറോപ്പതിയിലൊക്കെ നല്ല റിസൾട്ട് ചെയ്യുന്ന ആ ട്രീറ്റ്മെന്റുകൾ, ധാര നമ്മൾ ചെയ്യാറുണ്ട്, ഞവരെയൊക്കെ ചെയ്യുന്ന രീതികളുണ്ട്. എല്ലാ പ്രോസസ്സും കിഴികളും എല്ലാം ചെയ്യും. പക്ഷെ അത് ഇത് ഓരോ ആൾക്കാർക്ക് പ്രകൃതിക്ക് അനുസരിച്ച് രോഗം അനുസരിച്ചൊക്കെ വ്യത്യാസം വരും. സുഖചികിത്സ എന്ന് പറയുന്നത് ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഒന്നല്ലേ? സുഖചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖചികിത്സ എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഗുരുവായൂരൊക്കെ പോവുകയാണെങ്കിൽ ആനകൾക്ക് വരെ സുഖചികിത്സ ഉണ്ട്. അവർക്ക് എന്ന് വെച്ചാൽ റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. കാരണം അവർ ബാക്കി എല്ലായിടത്തും വർക്ക് ചെയ്യുന്ന സമയമാണ്. അത് കഴിയുമ്പോൾ അവർക്ക് റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കും ആ ഒരു ബോഡി റെജുനേഷൻ പീരീഡ് എന്നേ ഉള്ളൂ. അത് ശാരീരികവും മാനസികമായിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇൻകോപ്പറേറ്റ് ചെയ്ത് പോകുന്നതിന് കുഴപ്പമുള്ളതായിട്ട് തോന്നില്ല. കാരണം പേഷ്യൻ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുവാണല്ലോ. അപ്പോൾ ആ പ്രോസസ്സിൽ കൂടെ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും ഒരു കാമാവുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ആൾക്കാർ. അത് നീഡായിട്ട് വരുന്നുണ്ട്. നേരത്തെ അപേക്ഷിച്ച് ചെറിയ എല്ലാവരും തന്നെ എല്ലാവരും ആരോഗ്യ സംരക്ഷണം പ്രാധാന്യം. കാരണം അവർക്ക് ഒരു ലക്ഷ്യമുണ്ട് എല്ലാവർക്കും. നേരത്തെ ലക്ഷ്യമില്ലെന്നല്ല, ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ പുതിയ തലമുറയാണ്, അവർക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞ യുക്തിബോധമുള്ള ആൾക്കാരാണ്. അത് കൺവിൻസ് ചെയ്ത് കൊടുത്താൽ അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ അതേപോലെ ഇപ്പൊ ഈ ജെൻസി കിഡ്സ്, അതായത് ഇപ്പോഴത്തെ പുതിയ തലമുറ വരുമ്പോഴത്തേക്കിനും അവർക്ക് എങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ചികിത്സകള്, ആയുർവേദം? അവരത് എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റഡീസിലൊക്കെ അത് ഇൻക്ലൂഡഡ് ആണ്. പ്രത്യേകിച്ച് അവരുടെ ഭക്ഷണ രീതി തന്നെ വ്യത്യാസമാണല്ലോ. ഇപ്പം ചോറും അങ്ങനെയൊക്കെ ദിവസം കഴിക്കുന്നവർ തന്നെ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ളവര് എങ്ങനെയാണ്? അവരില് കാര്യങ്ങൾ പറഞ്ഞ് ഫസ്റ്റിലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള്
കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ഫസ്റ്റിലേ ചോദിക്കും നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുമോ, അത് പറ്റില്ല, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്ന മാർഗ്ഗമുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവർ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അവരത് മനസ്സിലാക്കി കഴിഞ്ഞു, കൺവിൻസ്ഡ് ആയി, അതിൻ്റെ ഇങ്ങനെയാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്താൽ പിന്നെ അവർക്ക് കുഴപ്പം. ഒന്നാമത്തെ കാര്യം കുട്ടികളുടെ മാറ്റം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അവരെല്ലാം കണ്ട് വളരുന്ന ആൾക്കാരാണ്. അവർ കണ്ട് പഠിച്ച് കൺവിൻസ് ഈച്ച് ആൻഡ് എവറി കുട്ടികളും വളരെ ഒരു മിടുക്കരാണ്. അവർ വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അവർക്ക് ഒരു പാഷൻ എന്നൊക്കെ ഉപരി ഇപ്പം നമ്മളൊരു ജോലി അവർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരതിൻ്റെ അവർക്ക് പാഷനും വേണം, എല്ലാം ഉള്ളൊരു ജോലി അവരെടുക്കുള്ളൂ. അതായത് നമ്മൾ പറയുന്ന ഒരു ജോലി അവരെടുക്കില്ല. അങ്ങനെ അവർക്കൊരു, ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു യുക്തിബോധമുള്ള കുട്ടികളാണ് അവർ. അപ്പോൾ നമ്മൾ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അവർക്ക് വിശ്വാസക്കുറവും തോന്നിയിട്ടില്ല എനിക്ക്. ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരും ഉണ്ട്. ഇപ്പം ഒരു ശിരോധാരയെ അവർ ഒരു ബ്രെയിൻ സ്പാ എന്നൊക്കെ അങ്ങ് പറയും. പക്ഷെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരങ്ങ് എക്സ്പ്രസ് ചെയ്ത് കളയും. അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ് അവർ. അപ്പോൾ അവർ വായിക്കും, അവർക്ക് ഈസിലി അവൈലബിൾ ആണ് നോളജ്, വിരൽത്തുമ്പിൽ നോളജുകൾ അവൈലബിൾ ആണ്, കൺവിൻസ്ഡ് ആണ് അവർ. പ്രതീക്ഷയോടുകൂടി കാണാം അവരെ. കർക്കിടക ചികിത്സ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് വേറെ അസുഖം ഒന്നും വരില്ല, അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിവെൻറ്റീവ്, ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വർഷകാലത്തിൻ്റെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് ആണ് ശരിക്കും നമ്മൾ കർക്കിടകത്തിൽ നോക്കുക. ഫർദർ ഇനി വരാനിരിക്കുന്ന രോഗങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അവർക്ക് ഒരു എലിപ്പനി വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഡിസീസിൻ്റെ ഇത് നമ്മുടെ ഈ യവാഗു അല്ലെങ്കിൽ പേയ എന്ന് പറയുന്ന പല കാര്യങ്ങളും ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ഡിസീസിൻ്റെ റെമിഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു ഡിസീസിൽ നോക്കിയാലും നമ്മൾ പേയ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ മീൻസ് തന്നെ കഞ്ഞിയാണ് ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾ IBS ഉള്ള പേഷ്യൻസിന് പറയുന്ന കുറേ കഞ്ഞികളുണ്ട്. അപ്പോൾ അവർക്ക് ചില ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവില്ല, ഒരു വർഷം ഫുള്ളായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ വർഷം ഒരു ജൂൺ ജൂലൈയിലാണ് വരുന്നതെങ്കിൽ അടുത്ത ഡിസംബർ മാസമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു റെമിഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ അതിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കാനും ഒക്കെ കഞ്ഞി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറ്റും. കർക്കിടകത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വേറൊരു പല രീതിയിൽ അത് നമുക്കങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഇതിന് കർക്കിടകത്തിൽ മാത്രമൊന്നുമല്ല. അപ്പോൾ ആ രീതിയിലുള്ള ഡിസീസുകൾ വരുമ്പോൾ ആ രീതിയിൽ നമ്മൾ കഞ്ഞികളൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യും, റെമിഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റുന്നുണ്ട്. പേഷ്യൻസിന് ബലം കൂട്ടാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റുന്നു. ഇപ്പോൾ ശ്വാസമുട്ടുള്ള പേഷ്യൻസിനാണെങ്കിൽ അവരുടെ ആ ഒരു വർഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് റെക്കറൻസ് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. കംപ്ലീറ്റ്ലി റെക്കറൻസ് ഇല്ലാതെയും വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ആ രീതിയിലാണ് ഇതിൻ്റെ എല്ലാം ഡിസൈൻ പോയിരിക്കുന്നത്. പക്ഷേ കർക്കിടകം നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പിന്നെ രോഗിയെ നമുക്ക് കിട്ടുവാണല്ലോ, രോഗിയല്ല സ്വസ്ഥനാണെങ്കിൽ രോഗിയാണെങ്കിൽ നമുക്ക് വീടിനുള്ളിൽ കിട്ടുന്ന ഒരു സമയം കൂടെയാണ്, വെളിയിൽ പോകുന്നില്ലല്ലോ. അപ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താവാനാണ് കാർഷിക സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ പോയിട്ടുള്ളത്. ഈ കർക്കിടക മാസത്തിൽ ഇപ്പം ഹൃദ്രോഗികളുണ്ട്, പ്രമേഹ രോഗികളുണ്ട്, രക്തസമ്മർദ്ദമുള്ളവരുണ്ട്, കൊളസ്ട്രോൾ പേഷ്യൻസ് ഉണ്ട്. ഇവരൊക്കെ എടുക്കേണ്ട ഒരു മുൻകരുതലുകൾ എന്തൊക്കെയാണ് സാധാരണ നിലയിൽ എടുക്കണം? അവർ വളരെ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഉള്ള നല്ലൊരു കാലാവസ്ഥയാണ്. ശ്വാസമുട്ടൽ മുതലായ കാര്യങ്ങൾ വളരെ ഇതുണ്ട്. ആസിഡിറ്റി കൂടുതലാണ്, ആസിഡിറ്റി കൂടുതൽ വരും. അപ്പോൾ ഈ ആസിഡിറ്റി പല ഡിസീസിൻ്റെയും ഒരു ലക്ഷണങ്ങളായിട്ട് വരുന്നുണ്ട്. അത് ഒരു കാർഡിയാക് ഡിസീസിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് ആസിഡിറ്റി വന്നു കഴിയുമ്പോൾ മിമിക് ചെയ്യാം. അപ്പോൾ ഏതാണെന്നത് കറക്റ്റായിട്ട് പോകേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ഡയബറ്റീസ് ഭയങ്കര തണുപ്പാണ്, മഴയാണ്, കൂടുതൽ കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിലൊരു വേരിയേഷൻ വന്നു, അല്ലെങ്കിൽ മെഡിസിൻസിലൊരു വേരിയേഷൻ വന്നു, എങ്ങനെ ഉണ്ടെങ്കിൽ ഡയബറ്റീസ് പേഷ്യൻസിന് അതൊരു ബുദ്ധിമുട്ടാവും. എന്നുവെച്ചാൽ ഡയബറ്റീസ് പേഷ്യൻ്റ് കൃത്യമായിട്ട് ആഹാരവും കഴിച്ചിരിക്കണം, അതിനനുസരിച്ച് കൃത്യമായിട്ട് മരുന്നും പോയിരിക്കണം. ഇതിലൊക്കെ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഒരു ആലസ്യം നമുക്കെല്ലാം വരുന്നൊരു സമയമാണ്. അപ്പോൾ കാർഡിയാക് പേഷ്യൻസ് ആണെങ്കിലും മെഡിസിൻസ് കറക്റ്റായിട്ട് പോവുക. ഈ കാര്യങ്ങൾ ബാക്കിയുള്ള ഡിസീസുകൾ എമേർജിങ് ആണ്. ഇപ്പം പ്രത്യേകിച്ച് സാംക്രമികമായിട്ടുള്ള രോഗങ്ങൾ, ഇപ്പം എലിപ്പനി ആയിക്കോട്ടെ, ചിക്കൻ ഗുനി ആയിക്കോട്ടെ, ഡെങ്കു ആയിക്കോട്ടെ, എസ്പെഷ്യലി ഡെങ്കു, വൈറൽ ഫീവേഴ്സ് പലതരത്തിൽ. അപ്പം ഡെങ്കു നെഗറ്റീവ് ആവും, പക്ഷേ വൈറൽ ഫീവറിന്റെ സിംറ്റംസിൽ ചിലപ്പോൾ പ്ലേറ്റ്ലേറ്റ്സ് താന്നു പോകുന്നുണ്ടാവും. അപ്പം ഇതെല്ലാം നമ്മൾ നോക്കേണ്ടി വരും. അപ്പം കുറെ മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അതിന്റെ ലക്ഷണങ്ങളായിട്ട് കുറെ ക്ഷീണങ്ങളുണ്ടാവും. അതും ഒറിജിനലായിട്ട് വരുന്ന വേറൊരു ക്ഷീണം തമ്മിൽ മിമിക് ചെയ്യാം. അപ്പോൾ ഒന്ന് വിജിലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു വ്യത്യാസം വരുമ്പോൾ രോഗിക്ക് പൊതുവെ അറിയാം എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധയിൽ വെക്കാന്നേ ഉള്ളത്. പിന്നെ ഈ സമയത്ത് വ്യായാമം ചെയ്യാൻ പാടുണ്ടോ? വ്യായാമം എപ്പോഴും നമുക്ക് അർത്ഥശക്തി വ്യായാമം ആയുർവേദം പറയാന്ന് വെച്ചാൽ നമുക്ക് പകുതി ആണ് ചെയ്യേണ്ടത്. പുതിയ വർക്കൗട്ടുകൾ കുറയ്ക്കാൻ പറയാറുണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം പെട്ടെന്ന് പേഷ്യന്റിന് വരുന്നുണ്ട്. ഓക്കെ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുക, കുളിക്കുക, അത് കഴിഞ്ഞ് പിന്നെ ഒരു പനി വരിക, നിത്യമായി പനി ജലദോഷം വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനത്തെ രീതികളൊക്കെ കാണാറുണ്ട്. പുതിയ കുറയ്ക്കാം എക്സസൈസുകൾ. ഇപ്പം നല്ലൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ടുള്ള ആൾക്കാർ അത് കറക്റ്റായിട്ട് അവരതിൻ്റെ ഇത് കുറച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ പൊതുവെ കുറയ്ക്കുക. കംപ്ലീറ്റ് നിർത്തണം എന്നില്ല, അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് അല്ലാതെ അത് കറക്റ്റാക്കി കൊടുക്കാറുണ്ട്. ഇപ്പൊ കർക്കിടക മാസത്തിൽ ഇപ്പൊ ഒരുപാട് ടോണിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ വീട്ടുവൈദ്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവല്ലോ, അതിപ്പോ ഡോക്ടറിന്റെ നിർദ്ദേശം ഇല്ലാതെ കഴിക്കാൻ പാടുണ്ടോ? ഇല്ല, ഡോക്ടർ വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. എന്ത് ഔഷധമാണെങ്കിലും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തൈലാണെങ്കിലും തലയിൽ തേക്കുന്ന എണ്ണയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ വൈദ്യം എന്ന് വെച്ചാൽ ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാം. വൈദ്യ നിർദ്ദേശം നിർദ്ദേശിക്കുന്ന ഒരു പഠിച്ചിറങ്ങിയ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ. കാര്യം അതിൻ്റെ കണ്ടൻസ് നമുക്ക് അറിയുന്നുണ്ടാവില്ല എന്താണെന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് കണ്ടൻസ് ആണോ നമ്മൾ എടുക്കുന്നതെന്നുള്ളത്, മരുന്നുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പാകം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോകണം. പിന്നെ നമ്മളിപ്പോൾ ഒരു മരുന്ന് എഴുതുമ്പം അതൊരു ട്രയലിൽ കൂടെ കടന്നു പോയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. കുറേ എണ്ണത്തിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്ത് മരുന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാരും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ഇപ്പം നമ്മുടെ അടുത്ത് റെസിപ്പീസ് ചോദിച്ചുകൊണ്ടെന്ന് വെച്ചാൽ യോഗങ്ങളുടെ ഫോർമുലേഷൻ ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഡോക്ടർ ഞാനിത് ഉണ്ടാക്കിക്കോളാം, ഒന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതൽ. അപ്പം നമുക്കത് എഴുതി കൊടുക്കാനായിട്ടും പറ്റുന്നില്ല. അങ്ങനെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. വളരെ പണ്ട് കാലത്ത് എഴുതി കൊടുത്തോണ്ട് രോഗി തന്നെ മരുന്നുണ്ടാക്കുന്ന രീതിയിലേക്ക് കുറച്ച് പോകുന്നുണ്ട്. അവർക്കത് ഇപ്പം പക്ഷെ നമ്മൾ ഈ വലിയൊരു നമ്മൾ പാകം കാച്ചി ഇപ്പോൾ ഒരു മാസത്തേക്ക് നിൽക്കുന്ന രീതിയിൽ അത് പറ്റില്ല. 2 ആഴ്ചത്തേക്കൊക്കെ അത് നിൽക്കുകയുള്ളൂ. പക്ഷെ അവരത് ഉണ്ടാക്കാൻ തയ്യാറാണ് കുറെ ആൾക്കാരൊക്കെ. അപ്പൊ ആ രീതിയിലൊരു പഴയ സമ്പ്രദായം, പണ്ട് കാലത്ത് ചവനപ്രാശത്തിന്റെ കുറിപ്പടി കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു, കഷായത്തിന്റെ കുറിപ്പടി കൊടുക്കുന്ന രീതിയിലുണ്ടായിരുന്നു. ഇപ്പൊ അതിലേക്ക് കുറച്ചുകൂടെ തിരിച്ചു വരുന്നുണ്ട് ആൾക്കാർ. നമുക്കത് മരുന്നുകൾ അവൈലബിളും ആണ്. ആ രീതിയിലൊരു മാറ്റം വന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും 100% ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അസുഖങ്ങൾ പലതരമാണ്. ചിലപ്പോൾ ചില മരുന്നുകൾ കഴിച്ചാൽ ഏത് സിസ്റ്റം ആണെങ്കിലും ചിലപ്പോൾ ചില മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാബ് റിസൾട്ടിലും ബ്ലഡ് റിസൾട്ടിലും ഒക്കെ വളരെ വ്യത്യാസം വന്നു എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അസുഖം മാറിയെന്നല്ല, നമുക്കറിയാൻ പറ്റില്ല അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മരുന്ന് കഴിക്കാം, എന്ത് മരുന്നും കഴിക്കാവുള്ളൂ. പിന്നെ അതിലിപ്പോൾ ആവി പിടിക്കുന്നതിൻ്റെ ഞാൻ അടുത്തിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചാണ്, ആവി പിടിക്കുന്നത് ശരിയായില്ലെങ്കിൽ നമുക്ക് ആസ്മ വരെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൈനസിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ആവി പിടിക്കുമ്പോൾ നമ്മൾ വട്ടചെരുവത്തിൽ നന്നായിട്ട് ആവി പിടിക്കാൻ പറയും. ഫുള്ളായിട്ട് സ്റ്റീം കിട്ടണം. ഇവിടെ കുറച്ച് സ്റ്റീം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് ചെല്ലുമ്പോൾ ഇവിടെ കുറച്ച് കഫത്തിന്റെ അകത്തുള്ള സൈനസിന്റെ അകത്തുള്ള കഫത്തെ ഉരുക്കുക എന്നുള്ളതാണ് ഈ സ്റ്റീം കൊണ്ട് നമ്മളെ ബേസിക്കലി ഉദ്ദേശിക്കുക. അപ്പോൾ നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ പേഷ്യന്റ് ലൈറ്റ്നെസ് ഫീൽ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും, അത് സ്റ്റാഗ്നന്റ് ആവും. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് അത് നന്നായിട്ട് നാവ് പിടിച്ചതിന് ശേഷം നമ്മൾ ഗാർഗിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ കഫം കുറേ അങ്ങോട്ട് കുറച്ചുകൂടെ പോകും. അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ വീണ്ടും നമുക്കിവിടെ അടിഞ്ഞു കിടക്കും. അതായത് ആവി പിടിച്ച് ഗാർഗിളിങ് ചെയ്യണം. മഴക്കാലത്ത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും നമ്മൾ ബ്രോങ്കിലാസ്മ ഉള്ള പേഷ്യന്റ് ആണ് സാധാരണ ചെയ്യുക. കാരണം വെച്ചാൽ അവർക്ക് രാത്രി ഉറങ്ങണമെങ്കിൽ ഈ കഫക്കെട്ടുണ്ടെങ്കിൽ പാടും. അപ്പോൾ അവർ ഡെയിലി സ്റ്റീം എടുത്തിട്ട് അവരങ്ങ് കിടന്നുറങ്ങും. അപ്പോഴാണ് അത് പതുക്കെ ഇങ്ങനെ കൂടി വരുന്നത്. ഗാർഗിൾ ചെയ്താൽ പ്രശ്നം അങ്ങ് മാറാറുണ്ട്. നമ്മൾ എല്ലാവർക്കും മൂക്കിൽ മരുന്ന് ഒഴിക്കാൻ പറയാറില്ല, ഗാർഗിൾ ചെയ്യുമ്പോൾ ആ പ്രശ്നം അങ്ങ് മാറാറുണ്ട്. ഈ ശരിക്കും എങ്ങനെയാണ് ആവി പിടിക്കേണ്ടതെന്നൊന്ന് പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനൊക്കെ ഉണ്ടല്ലോ, മെഷീനിൽ നമ്മൾ വേപ്പറൈസറിൽ തന്നെ നമുക്ക് ചെറിയ സ്റ്റീം വരുന്നതുകൊണ്ട് വലിയൊരു മൗത്ത് സ്റ്റീം വരുന്ന ഒരു ഇതുണ്ട്. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഒരുമിച്ച് ഒരേ സമയത്ത് നമ്മൾ സ്റ്റീം, അതായത് നമ്മൾ പാത്രത്തിൽ ആവി പിടിക്കുന്ന പോലെ തന്നെ വലിയ സ്റ്റീമറുണ്ട്. അപ്പോൾ അത് നമുക്ക് അറ്റാച്ച് ചെയ്യുന്നത് കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ച് ആവി പിടിക്കുന്നത് കുറച്ചുകൂടെ നല്ലത്. അത് കണ്ണിലേക്ക് നേരിട്ട് ആവി പിടിക്കരുത്, കണ്ണ് കേടാവും. അപ്പോൾ കണ്ണൊന്ന് ജസ്റ്റ് കെട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് സൈനസിൻ്റെ ഏരിയ നന്നായിട്ട് ആവി പിടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. കഴുത്തും അതുപോലെ തന്നെ തോളും കൂടെ ആവി പിടിച്ച് പോകണം എന്നുള്ളതാണ് എൻ്റെ രീതി. ആ രീതിയിൽ വേർപ്പ് വരണം, പൊള്ളരുത്. സ്റ്റീം പെട്ടെന്ന് പൊള്ളും നമുക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും ആവി പിടിക്കരുതാത്ത വിഭാഗമുണ്ടോ? കണ്ണിന് അസുഖമുള്ള ആൾക്കാർ പൊതുവെ നമ്മൾ ആവി പിടിക്കരുത്. കണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റീസ് അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നവർക്കും പെട്ടെന്ന് ഈ ചുമന്ന് തടിക്കുന്ന ആൾക്കാർക്ക്, ആർട്ടിക്കേരിയുള്ള ആൾക്കാർക്ക് ഒക്കെ ആവി പിടിക്കരുത്. ചൂട് അലർജി ഉള്ളവരുണ്ട്, അവർക്കും ഒഴിവാക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. ചൂട് അലർജി അങ്ങനെ ആർട്ടിക്കേ അങ്ങനെ വരുന്നവർ, ചൂട് അലർജി ഉള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് ചൊറിഞ്ഞടിക്കുന്ന ആൾക്കാരുണ്ട്, ചൂട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കാൻ പറയാറുണ്ട്. എല്ലാവർക്കും ഒരേ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഈ പ്രകൃതി അനുസരിച്ച് വ്യത്യാസം വരും. പിത്തപ്രകൃതിക്കാർ നേരത്തെ പറയല്ലോ, അവർക്ക് പെട്ടെന്ന് ആവി പിടിച്ചു കഴിഞ്ഞാൽ അത്രയും നേരം അവർക്ക് പിടിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കയറി ബുദ്ധിമുട്ട് വരും. ആ ടൈം ഡ്യൂറേഷൻ വ്യത്യാസം
വ്യത്യാസമുണ്ട്. വാതപിത്ത കഫപ്രതിക്കാർക്ക് ഇപ്പോൾ ഫാറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ചൂട് വേണ്ടി വരുമായിരിക്കും. അതേസമയം പക്ഷെ പിത്തപ്രതിക്കാർക്ക് കുറച്ച് ചെന്നാൽ തന്നെ പെട്ടെന്ന് അവർ ലൂസ് ആവും ബോഡി. ഡ്യൂറേഷൻ എത്ര മിനിറ്റ്? അത് നമ്മൾ പറയും, പേഷ്യൻ്റെ അടുത്ത് പറയും. എന്ന് വെച്ചാൽ വേർപ്പ് വരുന്നവരെയാണ് നമ്മൾ ആവി പിടിക്കുന്നത്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് വേർപ്പ് വരും, പക്ഷെ ചില ആൾക്കാർക്ക് വേർപ്പ് വരത്തേ ഇല്ല. പക്ഷെ അത്രയും ചൂട് നമുക്ക് താങ്ങാൻ പറ്റില്ല. എന്നാലും ഒരു ആവറേജ് കണക്കാക്കി നമ്മൾ പറഞ്ഞു. സാധാരണ നമ്മൾ ഈ പറഞ്ഞ പോലെ നിർദ്ദേശമൊന്നും ഇല്ലാതെ സാധാരണ ചെയ്യുന്നൊരു സാധനമാണല്ലോ ആവി പിടിക്കുക എന്ന് പറയുന്നത്. അപ്പം അതിലും ഈ പറഞ്ഞ പോലെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ഇപ്പം നസ്യം ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നമുക്ക് ആവി പിടിക്കുക എന്നുള്ളതാണ്. ചൂട് കൊടുക്കുന്ന 2 രീതിയിൽ. നമ്മൾ ഡ്രൈ ഹീറ്റ് കൊടുക്കും, അതായത് നമ്മളിപ്പോൾ ഒരു തോർത്ത് ദോശക്കല്ലി വെച്ച് ചൂടാക്കി നമുക്ക് ചൂട് കൊടുക്കാം. പക്ഷേ ആവി പിടിക്കുന്ന രീതിയിൽ സ്റ്റീമും കൊടുക്കാം. 2 രീതിയിൽ നമ്മൾ ചൂട് കൊടുക്കാം. അപ്പോൾ സ്റ്റീം കൊടുക്കുന്ന കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ബേൺസ് ഭയങ്കര കുറച്ചുകൂടെ വലുതായിരിക്കും. സ്കാൽസ് നമ്മൾ പറയും, അത് കുറച്ചുകൂടെ വലുതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നമ്മൾ പ്രമേഹ രോഗിയുടെ ആണെങ്കിൽ ഒരു ചൂട് കൊടുക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന അവരുടെ ബേൺസ് പിന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങാൻ അത്രയും പ്രയാസമാവും. അത് വളരെ ശ്രദ്ധിച്ചാൽ ചെയ്യാറ്. നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ നാളീസ്വേദം എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് നമുക്കുണ്ട്. ട്യൂബ് വഴി നമ്മൾ സ്വേദം ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരു എക്സ്പോസ്ഡ് ആവുന്നത്, അങ്ങ് പൊള്ളിപ്പോവും. അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മളിപ്പം സാധാരണ ആവി പിടിക്കുമ്പം ടേബിളിൽ അടിക്കുന്നെങ്കിൽ എങ്ങനെയാണ് കുനിഞ്ഞ് നിന്നിട്ടാണ് കണ്ണടച്ച് വെച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം. ഇപ്പം നമ്മൾ അതിൻ്റെ തുളസിയിൽ ഇടുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വോൾട്ടൈൽ ഓയിൽസ് ഇടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു തീഷ്ണത കൂടുതലായിരിക്കും ആ ഒരു ആവിക്ക്. കുറച്ചുകൂടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അത് ചെയ്താൽ മതി. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കർക്കിടകമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വ്യത്യാസമില്ല. എല്ലാ ദിവസങ്ങളും നമുക്ക് ഒരുപോലെയാണ്. ഇപ്പം ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ വെയിറ്റ് ലോസിനുള്ള ടിപ്സ് അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു വ്യത്യാസം പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പൊതുവെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ആശ്രയിക്കാറുണ്ട് അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഹെൽത്തി മോർണിംഗ് ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ ഒരുപാട് കാലം. അപ്പം ഇതല്ല, അപ്പൊ ഈ രാവിലെ ഇപ്പം വെറും വയറ്റിൽ കുടിക്കാവുന്ന ഒരുപാട് വെള്ളങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലൊക്കെ മാറ്റം വരുമോ? അല്ലെങ്കിൽ അതിനകത്ത് നമ്മളൊരു മാറ്റം വരുത്തും. അത് ഇവരെ കൺവിൻസ് ചെയ്താൽ മതി കറക്റ്റായിട്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ ഡയറ്റ് എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളത്. ഒരാളുടെ ഡയറ്റ് ഒരു ഇത് നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ, അതിനൊരു ഒരാഴ്ച മുമ്പേ തന്നെ നമ്മളൊന്ന് എക്സ്ട്രാക്ട് ചെയ്യും. എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് ഇവരുടെ ഇത് സ്റ്റൈല്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേഞ്ചസ് വരുത്താനേ പറ്റും. ഫുൾ ചേഞ്ചസ് അവർ സമ്മതിക്കില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല, അവർ കൺവിൻസ്ഡ് ആവില്ല. നമുക്ക് പകരം ഇന്ന ചേഞ്ചസ് വരുത്താം, ഇതിൽ നമുക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാം, ഇന്ന കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതേ അവിടെ വർക്കൗട്ട് ആവാൻ കുറച്ചുകൂടെ നന്നായിട്ടുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ അവർ മാറ്റില്ല, പിന്നെ നമ്മൾ ചോദിക്കേണ്ടിയും വരും. ഈ ഡയറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്ന 2 കാര്യമാണുള്ളത്, ഡയറ്റും ഒരു ലൈഫ് സ്റ്റൈലും. നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നു, വൈകുന്നേരം എന്ത് കഴിക്കുന്നു കൃത്യം ചോദിക്കും, രാത്രി എന്ത് കഴിക്കുന്നു സമയവും ചോദിക്കും, യാത്ര ചെയ്തോ, കുളിക്കുന്ന സമയം, ഉറക്കം, റിമാർക്സ് ഒക്കെ ചോദിക്കും. അപ്പോൾ ഇവരിത് കറക്റ്റായിട്ട് ഡെയിലി എഴുതി പോകണം. അപ്പോൾ അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം മറന്നു പോകും. എന്നുവെച്ചാൽ 2 ദിവസം മുമ്പ് കഴിച്ചാൽ എന്താണെന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുമ്പോൾ നമുക്കൊരു പിക്ചർ കിട്ടും. അത് വളരെ പ്രധാനം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കണോമിക്കലി ഞാൻ പറയുന്ന ഒരു കാര്യം അവർക്ക് മാച്ച് ആവണം. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയിട്ട് പിന്നെ ഞാനത് റീഡിസൈൻ ചെയ്യാനേ പറ്റുള്ളൂ. ചിലത് അവർ സമ്മതിക്കില്ല, പക്ഷെ അത് എൻ്റെതായ അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ അതൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട്, അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് പോവുക. അതാണ് അതിന്റെ രീതി. ആയുർവേദം എപ്പോഴും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാളെ കംപ്ലീറ്റ് മാറ്റാനായിട്ട് പറയുന്നില്ല, അയാളെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ടൊരു പഥ്യമൊക്കെ അവർ ചോദിക്കും. അപ്പൊ രോഗികൾ നമ്മളോട് കൃത്യമായിട്ട് പഥ്യം ചോദിക്കും, ഇതിന്റെ പഥ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പഥ്യമുണ്ട് ഇന്ന തന്നെയാണ് എന്ന് പറയും. പക്ഷെ ഇവരെന്താ ചെയ്യുന്നതെന്ന് നമ്മൾക്ക് അറിയില്ല. ഇപ്പൊ മയോണൈസ് അപഥ്യമാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയുന്നുണ്ട്. ശരിക്കും മയോണൈസ് ഈ ടൈമിൽ അങ്ങനെ കഴിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് ഇതിൻ്റെ അകത്ത് മുട്ട വരുന്നുണ്ട്, വെജ് മയോണൈസ് വരുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണെങ്കിലും മുട്ട, വെളുത്തുള്ളി, സൺഫ്ലവർ ഓയിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിരുദ്ധമാണ്. വെളുത്തുള്ളി ഇതിന്റെ കോമ്പിനേഷൻ ആണ്. വെളുത്തുള്ളി വിരുദ്ധമല്ല, ഇവർ 3 പേരും തമ്മിലുള്ള കോമ്പിനേഷൻ ഒരു അത്രയും ഇതായിട്ട് വരില്ല. മുട്ടയുടെ വെള്ളയും വെളുത്തുള്ളിയും സൺഫ്ലവർ ഓയിലാണ് സാധാരണ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കുറെ വിരുദ്ധങ്ങളുണ്ട്, സംസ്കാര വിരുദ്ധം, അങ്ങനെ കുറെ കാര്യം അതിൻ്റെ അകത്ത് വരുന്ന ഒരു വിരുദ്ധമാണിത്. അപ്പൊ അത് നമ്മൾ പൊതുവെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. തുവര ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു ദാലൊരു പ്രശ്നം വരാറുണ്ട്. അപ്പൊ തുവര കുറെ ആൾക്കാർക്ക് ഒരു ഇറിറ്റേഷൻ കാണിക്കാറുണ്ട്. പക്ഷെ ദാലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നെയ്യ് താളിച്ചെടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരാറില്ല, അങ്ങനെ വലിയ ഇഷ്യൂസ് വരാറില്ല. പിന്നെ ഈ പറഞ്ഞ വഴുതനങ്ങ ചിലപ്പോൾ
ഇറിറ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട്. അത് നോക്കിയിട്ട് അത് പേഷ്യന്റ് പറയും എനിക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ അതങ്ങ് ഒഴിവാക്കിയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഈ സൺഫ്ലവർ ഓയിലിന്റെ കാര്യം പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഇപ്പൊ വേണമെങ്കിൽ ഒലീവ് ഓയിൽ അങ്ങനെയൊക്കെ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അത് നമുക്ക് ശീലം, നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ, അതിൽ നിന്ന് മറ്റേതിലേക്ക് ഓരോന്നിനും ഈ ഗുരുത്വ വ്യത്യാസമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിങ് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഹെവിനെസ്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഡൈജഷൻ കൂടുതൽ സമയം എടുക്കും ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ അത് നമ്മൾ ഈ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ വറുത്തരച്ച കറിക്ക് ഹെവിനെസ് കൂടുതൽ, ആ ഹെവിനെസ്സിന്റെ കാൽക്കുലേഷനിൽ ഇതങ്ങ് കൂടി വരും. അപ്പൊ അതനുസരിച്ച് മീലിന്റെ ടൈം കൂട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒലിവ് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ട് ഉപയോഗിക്കുന്നവരുണ്ട്. സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ അത് ഇതൊരു മീല് ഡിസൈൻ ചെയ്യുമ്പോൾ ആ രീതിയിലാക്കി കൊടുത്താൽ മതി. ഡൈജഷനിൽ ഇത് ബാധിക്കും, കാരണം വിശപ്പ് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് വർഷക ഋതു എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്ക് എത്ര കൊടുത്താലും അത് ഡൈജസ്റ്റഡ് ആവാൻ പ്രയാസമായിരിക്കും. അതെ, അതായത് ദഹിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കഴിക്കുക. അതാണ് വിശപ്പിനെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ആയുർവേദത്തില് മഹാഭൈഷജ്യം ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്ന ആഹാരമാണ് ഞങ്ങളെ സംബന്ധിച്ച്. പിന്നെ ആഹാരത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടാവുന്നത്, നമ്മൾ നിലനിൽക്കുന്നത് ആഹാരം കൊണ്ടാണ് എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനമാണ് ഞങ്ങൾക്ക് അഗ്നി എന്ന് പറയുന്ന വിശപ്പ്. വിശപ്പിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ജീവിതവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്, ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും. അപ്പോൾ ഇത് രണ്ടും തന്നെയാണ് ഈ വർഷ ഋതുചര്യയിലും ഈ കർക്കിടകത്തിലും നമ്മൾ ബേസിക് ആയിട്ട് എടുക്കുന്ന രണ്ട് കാര്യങ്ങളും. ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ഇരുന്നതിനും സംശയങ്ങളൊക്കെ തീർത്തതിനും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.